ഹായ്. പ്രഗ്നൻസി കഴിഞ്ഞാലും പ്രഗ്നൻസിയുടെ ആ ഒരു ഇമ്പാക്റ്റ് മാറില്ല. സോ പോസ്റ്റ്പാർട്ടം മദേഴ്സിന് കുറച്ച് ടിപ്സ്, നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സ്. ലൈക്ക് കാൽഷ്യം റിച്ച് ഡയറ്റ്, നല്ല ഗ്രീൻ ലീഫി അല്ലെങ്കിൽ യെല്ലോ ലീഫി വെജിറ്റബിൾസ് ഉള്ള കാൽഷ്യം റിച്ച് ഡയറ്റ്, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സോ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഡയറ്റോ, ഓൾവേസ് പ്രോട്ടീൻ റിച്ച് ഡയറ്റ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്: കാൽഷ്യം റിച്ച്, പ്രോട്ടീൻ റിച്ച് ആൻഡ് വൈറ്റമിൻ ഡി റിച്ച്. അതിൻ്റെ കൂട്ടത്തിൽ ലോ കാർബ്, ലോ കാലറി ഡയറ്റ്സ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നും കീറ്റോ ഡയറ്റ്സ് അടിക്കുക, ലോ കാലറി ഡയറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവോയ്ഡ് ദാറ്റ്. ലോ കാലറി ഡയറ്റ്സ് ആർ നോട്ട് ഗുഡ് ഫോർ പോസ്റ്റ്പാർട്ടം വിമൻ ബിക്കോസ് പ്രഗ്നൻസി സമയത്ത് ബോൺ ലോസ് കുറേ ഉണ്ടായിട്ടുണ്ടാവും. ലോ കാലറി ഡയറ്റ്സ് വിൽ ഓൾവേസ് റിഡ്യൂസ് യുവർ ബോൺ സ്ട്രെങ്ത്. അപ്പോൾ ഹൈ കാലറി ഡയറ്റ്സ് എടുക്കാൻ നോക്കുക, പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് കാലറി ഡയറ്റ്സ്, ഹൈ കാലറി ഡയറ്റ്സ് എടുക്കാൻ നോക്കുക. സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക, അബ്സല്യൂട്ട്ലി നോ സ്മോക്കിംഗ്. ആൽക്കഹോൾസ് ക്യാൻ ലിമിറ്റ് ഒരു പരിധി വരെ, എന്നുവെച്ചാൽ എക്സസീവ് ആൽക്കഹോളിസം അല്ല, ജസ്റ്റ് ആൽക്കഹോൾസ് ലിമിറ്റ് ചെയ്യാം. ഈ എക്സസീവ് ആൽക്കഹോളിസം അഗെയിൻ ബോൺ ലോസ് ഉണ്ടാക്കും. ബട്ട് ക്വിറ്റ് സ്മോക്കിംഗ്. അതിൻ്റെ കൂട്ടത്ത് അഡീഷണൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക, ഫോളിക് ആസിഡ്സോ അല്ലെങ്കിൽ കാൽഷ്യംസ്, വൈറ്റമിൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു ഡയറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ ഡയറ്റിൻ്റെ അതിനുപരിയായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ നോക്കുക. പല ഒമേഗ 3 റിച്ച് സപ്ലിമെൻറ്റ്സോ അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് എല്ലാം എടുക്കാൻ നോക്കുക. ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ഒത്ത രീതിയിലുള്ള എന്താ വേണ്ടതെന്നുള്ളതിന് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇറ്റ് കുഡ് ബി എനിത്തിങ്. നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ബോഡി പെയിൻസ് ഉണ്ടാവും. അതിനെല്ലാം ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് എക്സസൈസുകളോ ഫിസിയോതെറാപ്പിയോ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റിനെയും കൂടി കൺസൾട്ട് ചെയ്യും. താങ്ക് യു.